എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവശക്തിയാൽ നിറയപ്പെട്ട ഒരു ജീവിതം. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. പൗലോസ് വെളിപ്പെടുത്തുകയാണ്, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. മുകളിലത്തെ വാക്യങ്ങളുടെ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് സാത്താന്റെ ഒരു ദൂതൻ തന്നെ കുത്തുന്ന അനുഭവങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അത് എന്താണെന്ന് നമ്മൾ വേദപുസ്തക വെളിപ്പാടിൽ പഠിക്കുമ്പോൾ, പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവത്താൽ സന്ദർശിക്കപ്പെടുമ്പോൾ വാഹന മൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുകയും തന്റെ തലയ്ക്ക് ക്ഷതമേൽക്കുകയും കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. ഇത് പലവട്ടം കർത്താവേ ഇത് മാറ്റിത്തരണമേ എന്ന് പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആ പ്രാർത്ഥനയുടെ ഉത്തരം ദൈവം നൽകി, എന്റെ കൃപ നിനക്ക് മതി. ഇവിടെ ഒരു സന്ദേശമുണ്ട്. പൗലോസ് രോഗിയായിരിക്കുമ്പോൾ തന്നെ, പൗലോസിന് ബലഹീനത ഉണ്ടായിരുന്നപ്പോൾ തന്നെ പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. ഇവിടെ എന്താണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന വചനം? സ്തോത്രം. ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒന്നുകിൽ കർത്താവ് സൗഖ്യം തരും, അല്ലെങ്കിൽ കർത്താവ് കൃപ തരും. ഞാനിന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് പറയാം, ചില വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ ഭാരപ്പെടണ്ട, ആ വിഷയത്തിന്മേൽ ദൈവം നിനക്ക് കൃപ തരും. എന്നിട്ട് പൗലോസ് പറയുകയാണ്, സ്തോത്രം, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ബലഹീനതയിലും പ്രശംസിക്കുന്നു. സ്തോത്രം. ഇതൊരു താഴോട്ട് പൗലോസ് വെളിപ്പെടുത്തുക, ഞാൻ ബലഹീനനാകണമെങ്കിലും ഞാൻ ശക്തനാകും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ക്രിസ്തുവിന്റെ ശക്തിയാണ്. 29-ാം സങ്കീർത്തനം, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്നു, യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യപൂർണമായി തീരും. നമുക്കൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ ശക്തി അവരുടെ ജീവിതം നിറയപ്പെട്ടവരായി ഓരോ ദിവസവും മുന്നേറാൻ കൃപ കൽപ്പിക്കണം. രോഗങ്ങളെ സൗഖ്യമാക്കണം, ബന്ധനങ്ങളെ അഴിച്ചുകളയണം, പ്രതിസന്ധികളെ മാറ്റിക്കളയണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ക്രിസ്തുവിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുവാൻ സമയമായി. ആ ദൈവശക്തി നമ്മുടെ മേൽ പകരപ്പെടാൻ ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.